അപ്രിയ സത്യമാണെങ്കിലും പറയാതെ വയ്യ. ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്നത് ഇന്ത്യ വിരുദ്ധ കലാപമാണ്. ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസുകളിലും ബംഗ്ലാദേശിലുള്ള 4 അസിസ്റ്റന്റ് ഹൈക്കമ്മീഷൻ ഓഫീസുകളും ഏതു സമയത്തും ആക്രമിക്കപ്പെടാം എന്ന സ്ഥിതിയാണ്. ചത്തോഗ്രാമിലെ ഇന്ത്യൻ അസിസ്റ്റന്റ് കമ്മീഷണറുടെ വസതി ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞു. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവരിൽ ഒരാളായ ഷെരീഫ് ഉസ്മാൻ ഹാദി കൊല്ലപ്പെട്ടതോടെയാണ് ഇപ്പോഴത്തെ സംഭവങ്ങളുടെ തുടക്കം. ഡിസംബർ 12-നായിരുന്നു അത്. ഇൻക്യുലാബ് കൾച്ചറൽ സെന്റർ എന്ന സംഘടനയുടെ സ്ഥാപക നേതാവായിരുന്നു ഉസ്മാൻ ഹാദി. മുഖംമൂടി ധരിച്ച് ബൈക്കിലെത്തിയവരാണ് അദ്ദേഹത്തെ വെടിവെച്ചത്. 12-ന് വെടിയേറ്റ ഹാദി 18-ന് മരിച്ചു. ഹാദിയെ വെടിവെച്ചവർ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടെന്നാണ് ബംഗ്ലാദേശ് പോലീസ് പറയുന്നത്. ഇതോടെയാണ് ബംഗ്ലാദേശിലെങ്ങും ഇന്ത്യ വിരുദ്ധ വികാരം അലയടിക്കുന്നത്. ഷെയ്ഖ് ഹസീനയെ സംരക്ഷിക്കുന്ന ഇന്ത്യ തന്നെ അന്നത്തെ പ്രക്ഷോഭകാരികളെയും ഇല്ലാതാക്കുന്നു എന്നാണ് അവിടെ നടക്കുന്ന പ്രചാരണം. ഡൽഹിയിലുള്ള ബംഗ്ലാദേശ് പ്രതിനിധിയെ വിളിച്ചു വരുത്തി ഹൈക്കമ്മീഷൻ ഓഫീസുകൾക്ക് സുരക്ഷയൊരുക്കണമെന്ന ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബംഗ്ലാദേശ് എന്ന രാഷ്ട്രം രൂപപ്പെടാൻ കാരണമായ ഇന്ത്യക്കു നേരെയാണ് ഇപ്പോ അവിടുത്തെ കലാപം. പാകിസ്ഥാൻ ഭരണകൂടം ഒരു ജനതയെ അടിച്ചമർത്തി ഭരിച്ചപ്പോൾ അവരുടെ മോചനത്തിന് ഒപ്പം നിന്നത് ഇന്ത്യയായിരുന്നു. കാലം മാറിയതോടെ ബംഗ്ലാദേശിന്റെ മുഖ്യ ശത്രുവായി ഇന്ത്യ മാറുകയാണോ? സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ഇന്ത്യക്കെതിരെ നടക്കുന്ന ബംഗ്ലാദേശ് കലാപം. ബംഗ്ലാദേശിലെ 2 വലിയ മാധ്യമ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞു. ദ ഡെയിലി സ്റ്റാർ എന്ന ഇംഗ്ലീഷ് ദിനപത്രവും പ്രോതം എലോ എന്ന ബംഗാളി പത്രവുമാണ് ആക്രമിക്കപ്പെട്ടത്. ഇരു സ്ഥാപനങ്ങളും ഇന്ത്യക്ക് അനുകൂലമായ വാർത്തകൾ നൽകുന്നു എന്നാണ് ആരോപണം. ബംഗ്ലാദേശിലെ ഏറ്റവും ശ്രദ്ധേയമായ മാധ്യമങ്ങളാണ് രണ്ടും. ഹസീന വിരുദ്ധ പ്രക്ഷോഭം വന്നപ്പോ ഈ 2 ദിനപത്രങ്ങളും പ്രക്ഷോഭകാരികൾക്കൊപ്പമായിരുന്നു എന്നതും മറക്കാവുന്നതല്ല. ബംഗ്ലാദേശിൽ പുതുയുഗം പിറക്കുന്നു എന്നാണ് ഡെയിലി സ്റ്റാർ ദിനപത്രം അന്നെഴുതിയത്. അങ്ങനെ പ്രക്ഷോഭകാരികൾക്കൊപ്പം നിലയുറപ്പിച്ച പത്രങ്ങളാണ് ഇപ്പോ ആക്രമിക്കപ്പെടുന്നതും. ബംഗ്ലാദേശ് പ്രക്ഷോഭം കടന്നു പോകുന്ന അപകടകരമായ മാർഗങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണ നൽകുന്നതാണ് ഈ സംഭവങ്ങൾ. ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭത്തിൽ ആയിരങ്ങളാണ് അപ്പോ അണിനിരക്കുന്നത്. ഉസ്മാൻ ഹാദിയുടെ മയ്യത്ത് നിസ്കാരത്തിന് പങ്കെടുത്തത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ആൾക്കൂട്ടമാണ്. ബംഗ്ലാദേശിൽ ഇത്ര വലിയ ഖബറടക്കവും ആദ്യമാണ്. പ്രധാന കവലകളെല്ലാം പകൽ മുഴുവൻ പ്രക്ഷോഭകാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ കൊലപാതകം നടന്ന സമയമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഫെബ്രുവരിയിൽ തിരഞ്ഞെടുപ്പ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചതിന്റെ പിറ്റേന്നാണ് ഈ കൊലപാതകം നടക്കുന്നത്. 16 മാസത്തിനു ശേഷം ബംഗ്ലാദേശ് ജനാധിപത്യത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഈ കലാപം തിരഞ്ഞെടുപ്പിനെ തന്നെ അനിശ്ചിതത്വത്തിലേക്കാക്കുകയാണ്. ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭം എന്ന് പറയുമെങ്കിലും ഈ നീക്കം ഏറ്റവും ഭീഷണിയാകുന്നത് ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിനാണ്. അവാമി ലീഗിനെ ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും അനുവദിക്കില്ല എന്ന നിലയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പോക്ക്. സമാധാനപരമായ അന്തരീക്ഷത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് ഇവിടെ ഇല്ലാതാകുന്നതും. കൊല്ലപ്പെട്ട ഷെരീഫ് ഉസ്മാൻ ഹാദിയെ ബംഗ്ലാദേശിന്റെ ഭാവി നായകൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഉയർന്നു വരുന്ന ഒരു പറ്റം ചെറുപ്പക്കാരുടെ നേതൃസ്ഥാനത്തും ഹാദി ഉണ്ടായിരുന്നു. കൊലപാതകം നടത്തിയത് ആരാണെന്നോ അല്ലെങ്കിൽ എന്തായിരുന്നു അവരുടെ ലക്ഷ്യമെന്നോ ഒന്നും ഇനിയും വ്യക്തമല്ല. കൊലയാളികൾ ഇന്ത്യയിലേക്ക് കടന്നെന്നല്ലാതെ മറ്റൊന്നും പോലീസും പറയുന്നില്ല. നിഷ്പക്ഷവും സുതാര്യവുമായ ഒരു അന്വേഷണം ഉണ്ടാകണമെന്ന് ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയുടെ തലവൻ വോക്കർ ടർക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഷെരീഫ് ഉസ്മാൻ ഹാദി ഇന്ത്യയുടെ നയങ്ങളെ ആജീവനാന്തം എതിർത്ത വ്യക്തിയായിരുന്നു. ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകുന്നതിൽ ശക്തമായി പ്രതിഷേധിച്ചിരുന്ന ആളായിരുന്നു. ആ ഉസ്മാൻ ഹാദി ബംഗ്ലാദേശിൽ പ്രശസ്തിയിലേക്ക് ഉയർന്നത് നിരവധി ചെറു യോഗങ്ങളിലൂടെയാണ്. ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് നാട് വിട്ട് തുർക്കിയിൽ അഭയം പ്രാപിച്ച അമർദേശ് പത്രത്തിന്റെ എഡിറ്റർ മഹ്മദൂർ റഹ്മാനെ നാട്ടിലെത്തിച്ചു നൽകിയ ഒരു സ്വീകരണത്തിലൂടെയാണ് ഈ ഹാദി ശ്രദ്ധേയനാകുന്നതും. അന്നത്തെ ഉസ്മാൻ ഹാദിയുടെ പ്രസംഗം ബംഗ്ലാദേശിൽ വൈറലായിരുന്നു. ബംഗ്ലാദേശി മുസൽമാൻ എന്നൊരു പ്രതിച്ഛായയാണ് ഉസ്മാൻ ഹാദി കൊണ്ടു നടന്നതും. ബംഗ്ലാദേശിനു മേൽ ഇന്ത്യയുടെ സാംസ്കാരിക മേധാവിത്വം അനുവദിക്കില്ലെന്നായിരുന്നു ഹാദിയുടെ നയങ്ങളുടെ കാതൽ. ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി മുന്നേറ്റം 3 ധാരകളിലുള്ള നേതാക്കളെയാണ് സൃഷ്ടിച്ചത്. ആസിഫ് മുഹമ്മദും മഹ്ഫൂജ് അലാമും നേതൃത്വം നൽകിയ ഒരു കൂട്ടർ മുഹമ്മദ് യൂനസിന്റെ ഇടക്കാല മന്ത്രിസഭയുടെ ഭാഗമായി. ഹസ്നത്ത് അബ്ദുള്ളയും സർജിസ് അലാമും നേതൃത്വം നൽകിയവർ പുതിയൊരു പാർട്ടി രൂപീകരിച്ചു. ആ നാഷണൽ സിറ്റിസൺസ് പാർട്ടി വരുന്ന തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനുള്ള ഒരുക്കത്തിലുമാണ്. ഈ 2 ധാരയിലും ഉൾപ്പെടാത്തവരാണ് ഉസ്മാൻ ഹാദി ഉൾപ്പെട്ട സംഘം. ഈ സംഘമാണ് യഥാർത്ഥത്തിൽ തെരുവിൽ സമരം ചെയ്തതും ഹസീന വിരുദ്ധ മുന്നേറ്റത്തിന് ശക്തി പകർന്നതും. പിനാകി ഭട്ടാചാര്യയെയും ഏലിയാസ് ഹുസൈനെയും പോലുള്ളവർ പിന്തുണച്ചിരുന്ന സംഘത്തിലായിരുന്നു ഹാദി ഉണ്ടായിരുന്നത്. ഇവരുടെ അടിസ്ഥാന നയം തന്നെ ഇന്ത്യ വിരുദ്ധതയായിരുന്നു.
ഇതിനിടെ തുർക്കിയിൽ നിന്നും മടങ്ങിയെത്തിയ മഹമ്മദുർ റഹ്മാൻ അമർദേശ് പത്രം വീണ്ടും പുറത്തിറക്കി. ഇന്ത്യ വിരുദ്ധതയായിരുന്നു പുനരാരംഭിച്ച ആ പത്രത്തിന്റെ മുഖ്യ നയം. ആ പത്രത്തിലൂടെയാണ് ഉസ്മാൻ ഹാദിയെ പോലുള്ളവർ കൂടുതൽ ശ്രദ്ധേയരായത്. ഉസ്മാൻ ഹാദി സുഹൃത്തുക്കളായ സിയാബുൽ ഹസനെയും റാഫെ സൽമാൻ റിഫാത്തിനെയും അഫ്രജോ തുളിയെയും കൂടെ കൂട്ടിയാണ് ഇൻക്വിലാബ് കൾച്ചറൽ സെന്റർ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ 16 വർഷമായിട്ട് ഷെയ്ഖ് ഹസീന ഇന്ത്യയുടെ സംസ്കാരത്തെ ബംഗ്ലാദേശിൽ അടിച്ചേൽപ്പിക്കുന്നു എന്നായിരുന്നു ഈ സംഘടനയുടെ മുഖ്യ ആരോപണം. സാംസ്കാരിക ഫാസിസം എന്നാണ് ഇൻക്വിലാബ് സെന്റർ ഈ നയത്തെ തന്നെ വിശേഷിപ്പിച്ചിരുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള പൂർണ്ണ സഹകരണത്തോടെയാണ് ഷെയ്ഖ് ഹസീന ഭരിച്ചിരുന്നത് എന്നും നയങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണെന്നുമായിരുന്നു ഈ സംഘടനയുടെ ആരോപണം. സംഘടനയുടെ പുതിയ നയം ജൂലൈ ചാർട്ടർ എന്ന പേരിൽ പുറത്തിറക്കിയിരുന്നു. അവാമി ലീഗ് മാത്രമായിരുന്നില്ല ഉസ്മാൻ ഹാദിയുടെ ശത്രുപക്ഷത്ത്. ഇപ്പോഴത്തെ ബംഗ്ലാദേശ് ഭരണത്തെ നയിക്കുന്നവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഇടക്കാല സർക്കാരിന് ജനകീയ മുന്നേറ്റവുമായി ബന്ധമില്ലെന്ന പക്ഷക്കാരനായിരുന്നു ഇൻക്വിലാബ് സെന്ററുകാർ. ജമാഅത്തെ ഇസ്ലാമി, ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, പിന്നെ ജൂലൈ യോദ്ധാക്കളും. ഇവർക്കാണ് സർക്കാരിൽ മുഖ്യ പങ്കുണ്ടാകേണ്ടത് എന്നായിരുന്നു ഉസ്മാൻ ഹാദിയൊക്കെ വാദിച്ചിരുന്നത്. ഇന്ത്യ വിരുദ്ധതയായിരുന്നു നയമെങ്കിലും ഹാദിക്കും കൂട്ടർക്കും ബംഗ്ലാദേശിനുള്ളിൽ തന്നെ ശത്രുക്കളുണ്ടായിരുന്നു. ഹെഫാസത്തെ ഇസ്ലാമി ബംഗ്ലാദേശുമായും ഉസ്മാൻ ഹാദിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം ഉസ്മാൻ ഹാദി പരസ്യമായി പ്രസംഗിക്കുകയും ചെയ്യുമായിരുന്നു. തിരഞ്ഞെടുപ്പിനൊപ്പം ജൂലൈ ചാർട്ടറിൽ ഹിതപരിശോധന നടത്തണമെന്നും ഉസ്മാൻ ഹാദി ആവശ്യപ്പെട്ടതാണ്. ഇത് BNPക്ക് സ്വീകാര്യമായിരുന്നില്ല. ഹാദിയുടെ നയങ്ങൾ ജമാഅത്തിൻ്റെതാണ് എന്ന് BNP തള്ളുകയാണ് ഉണ്ടായത്. ഇതോടെ ഹാദിയും കൂട്ടരും BNPക്കും അവാമി ലീഗിനും വ്യത്യാസമില്ലെന്ന് പറയാൻ തുടങ്ങി. അവാമി ലീഗ് മാത്രമല്ല, അതുവരെ ഒപ്പമുണ്ടായിരുന്ന BNPയും ഉസ്മാൻ ഹാദിയുടെ ശത്രുപക്ഷത്തേക്കായി. ഇതിനൊക്കെ പുറമെ ഹാദി തിരഞ്ഞെടുപ്പ് പ്രചാരണവും ആരംഭിച്ചിരുന്നു. ഹാദി മത്സരം പ്രഖ്യാപിച്ച ഢാക്ക 8 മണ്ഡലത്തിൽ BNPയുടെ കരുത്തനായ മിർസ അബ്ബാസ് ആണ് മത്സരിക്കുന്നത്. ഇതും ഹാദിക്കെതിരായ നീക്കത്തിന് കാരണമായിട്ടുണ്ടാകാമെന്ന് കരുതുന്നവരുണ്ട്. BNPയുടെ ആക്ടിംഗ് ചെയർപേഴ്സൺ താരിഖ് റഹ്മാൻ ഡിസംബർ 25-ന് മടങ്ങിയെത്താനിരുന്നതാണ്. 18 വർഷമായി ലണ്ടനിൽ അഭയം പ്രാപിച്ചിരിക്കുകയായിരുന്നു താരിഖ് റഹ്മാൻ. ഇപ്പോൾ ഹാദി കൊല്ലപ്പെട്ടതോടെ ആ വരവും അനിശ്ചിതത്വത്തിലായിട്ടുണ്ട്. ഫൈസൽ കരീം മസൂദ് എന്ന സ്ഥിരം കുറ്റവാളിയാണ് ഹാദിയെ വെടിവെച്ചതെന്നാണ് ബംഗ്ലാദേശ് പോലീസ് പറയുന്നത്. ഇയാൾ ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടു എന്നാണ് വാദം. പക്ഷേ ഈ ഫൈസൽ കരീമിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ ഇന്ത്യ വിരുദ്ധതയുടെ കാരണവും ഇതാണ്. ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് ശമനമുണ്ടാകണമെങ്കിൽ ഫൈസൽ കരീം എന്ന ദാവൂദ് ഖാന് പിന്നിൽ ആരാണെന്ന് വ്യക്തമാകണം. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം. നമസ്കാരം.